ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ഹിസ്റ്റോളജി ക്വിസ് ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ച് ഇവിടുത്തെ ടീച്ചർമാർ എങ്ങനെയാണ് ക്വിസ് നടത്തുന്നത് എന്നൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ കണ്ടില്ലേ, കുട്ടികളൊക്കെ നല്ല പഠിത്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ടീച്ചർ 3 മാർക്കാണ് നമ്മുടെ ഒരു ക്വിസിന് വരുന്നത്. അപ്പം ഈ 3 മാർക്ക് മാം സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 മാർക്ക് MCQ റിട്ടൺ ആയിട്ടും 1 മാർക്ക് വൈവ പോലെ ഓറൽ ക്വിസുമായിട്ടാണ് മാം നടത്തുന്നത്. അപ്പം ഈ MCQ 2 മാർക്കിന് 20 MCQ ആണ്. അത് ഈ മാം ആണെങ്കിൽ പേപ്പറിൽ പ്രിന്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് 5 ബാച്ച് ഉണ്ടെങ്കിൽ 5 ബാച്ചിനും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതും പിന്നെ 1 മാർക്കിന് വേണ്ടി മാം 5 ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് വൈവ പോലെ ചോദിക്കുന്നത്. കണ്ടില്ല, അപ്പം നല്ല പാടാണ്. ടീച്ചറിന് നല്ല ബുദ്ധിയായതുകൊണ്ട് മാം നമ്മൾ ഒരു തരത്തിലും ചീറ്റ് ചെയ്യല് എന്ന് വെച്ചിട്ടാണ് മാം നടത്തുന്നത്. സാധാരണ ടീച്ചർമാരൊക്കെ ഓപ്പൺ MCQ ഒക്കെ ഗൂഗിൾ ഫോംസിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ മാം കുറച്ച് വെറൈറ്റി ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് MCQ റിട്ടേൺ ക്യൂസിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫോൺ അലോഡ് അല്ല അതിൻ്റെ അകത്ത്. ഫോൺ നമ്മൾ അടുത്തിരിക്കൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതുമല്ലേ. പിന്നെ ഞാൻ ഇപ്പം കുട്ടികൾ ഓറൽ 1 by 1 ആയിട്ട് കയറിയിട്ടാണ് നമ്മൾ ഓറൽ കൊടുക്കുന്നത്. അപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു, കാരണം ക്വസ്റ്റ്യൻ കുറേ ഡിഫിക്കൽട്ടായിട്ടാണ് മാം ചോദിച്ചോണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ക്വിസ് കഴിഞ്ഞ് ഇറങ്ങി. മാർക്ക് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, വരുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായാലും കുറച്ച് പാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കേക്ക്, നമുക്ക് ഫിസ് ചെയ്യുന്ന കേക്ക് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്തു. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ ഒരു ദിവസം അങ്ങ് തീർന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.